സർ നമുക്കറിയാം കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ബിരിയാണി റൈസ്. ആ ബിരിയാണി റൈസിന്റെ ബ്രാൻഡ് അംബാസിഡറായി പരസ്യങ്ങളിലൊക്കെ എത്താറുള്ളത് നടൻ ദുൽഖർ സൽമാനാണ്. നിലവിൽ ആ ബിരിയാണി റൈസ് കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. മാത്രമല്ല പത്തനംതിട്ട ഉപഭോക്തൃ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാനോട് അടുത്ത മാസം 3-ാം തീയതി കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. എന്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഒരു നടൻ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റിൽ നിന്നുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾക്ക് ആ നടൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്രാൻഡ് അംബാസിഡർമാരായി എത്തുന്നവർ ഏത് സാഹചര്യത്തിലാണ് ഉത്തരവാദികളായി മാറുന്നത്? എങ്ങനെ വിലയിരുത്താം? പരസ്യങ്ങൾ കൂടി സ്ഥിരമായി കാണുന്ന മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ പരസ്യ ബ്രാൻഡ് അംബാസഡറായി വരുന്ന റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് നടത്തിയ ഒരു 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 വ്യക്തിയുടെ ജീവിതം തകർത്ത സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ പറയുന്നത്. കേരളത്തിലെ മലയാളത്തിൽ ഉള്ള എല്ലാവർക്കും അറിയാം റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിനെ പറ്റി. ആ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് സദ്യക്ക് വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന പത്തനംതിട്ട സ്വദേശിയായ ഒരു ജയകുമാർ എന്ന ഒരു യുവാവ്, അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രമുഖ കേറ്ററിംഗ് കരാറുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സദ്യ, വെജിറ്റേറിയൻ സദ്യയും നോൺ വെജിറ്റേറിയൻ സദ്യയും വളരെ നന്നായി നടത്തിയിരുന്നത് കാരണം തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ 10-15 വർഷക്കാലമായി പത്തനംതിട്ടയിലെ നിരവധി കേറ്ററിംഗ് കരാറുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആയിരുന്നു. അത് ഒരു പരിധി വരെ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് അദ്ദേഹം മേടിക്കാൻ, അല്ലെ അദ്ദേഹത്തിന്റെ സദ്യകൾക്ക് മറ്റു മാർക്കറ്റിൽ 100-120 രൂപയ്ക്ക് അരികൾ, 90-95 രൂപയ്ക്കൊക്കെ ബിരിയാണി റൈസ് കിട്ടുമ്പോൾ ഈ വൻ തുക കൊടുത്ത് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മേടിച്ച് അതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പ്രചോദനമായത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടനായ ദുൽഖർ സൽമാനെ പോലെയുള്ള, മമ്മൂട്ടിയുടെ പുത്രനായ, അല്ലെങ്കിൽ ഇന്ന് യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടൻ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടാണ്. നമ്മളൊക്കെ പരസ്യത്തിൽ കൂടി കാണുന്നുണ്ട് അദ്ദേഹം ആ പ്രൊഡക്റ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ ആ ഒരു അവതരണം, അല്ലെ അദ്ദേഹം ആ പാചകക്കാരന്റെ വേഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആ പ്രൊഡക്റ്റിനെ, ആ റോസ് ബ്രാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഇതിലൊക്കെ ആകൃഷ്ടനായിട്ടാണ് ഈ ജയകുമാർ എന്ന പത്തനംതിട്ട സ്വദേശി, വള്ളിക്കോട് സ്വദേശിയായ യുവാവ് ഇത്തരത്തിലുള്ള ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് കൊണ്ട് വർഷങ്ങളായി അദ്ദേഹം സദ്യ തയ്യാറാക്കി, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ബിരിയാണി സദ്യ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു സദ്യ കോന്നി ഭാഗത്ത് ഒരു അധ്യാപക ദമ്പതികളുടെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സദ്യയിൽ ഗുരുതരമായ ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുകയും ആ ഭക്ഷ്യ വിഷബാധ കാരണം അദ്ദേഹത്തിന്റെ മുഴുവൻ റെപ്യൂട്ടേഷനും നഷ്ടപ്പെടുകയും അത് വലിയ വിഷയമായി മാറുകയും ആ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം എന്താണ് എന്ന്, ആ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം എന്താണ് എന്ന് അവിടുത്തെ ഈ സദ്യ കഴിച്ച ആളുകളും അവിടുത്തെ പൊതുപ്രവർത്തകരും ഈ കരാറുകാരനും എല്ലാം കൂടി അതിനെപ്പറ്റി വിശദമായി പഠിച്ചപ്പോൾ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് കൊണ്ടുണ്ടാക്കിയ വെജിറ്റേറിയൻ സദ്യ കഴിച്ചവർക്കും വെജിറ്റബിൾ ബിരിയാണി കഴിച്ചവർക്കും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി കഴിച്ചവർക്കും മാത്രമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇവരുടെ പേരിൽ നടപടിയുമായി ബന്ധപ്പെട്ടു കേസൊക്കെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അവസാനം നമ്മൾ നടത്തിയ പരിശോധനയിൽ ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഈ ചാക്ക് കണ്ടെത്തിയപ്പോൾ ഈ ചാക്കിൽ ഈ മാനുഫാക്ചറിംഗ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒന്നും രേഖപ്പെടുത്താതെ ഉള്ള ഒരു പാക്കറ്റ് ആയിരുന്നു കണ്ടെത്തിയത്. അപ്പൊ ഇത്തരത്തിലുള്ള പാക്കറ്റുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഒരു നിഗമനത്തിലെത്തി ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആണ് ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഈ കരാറുകാരൻ. ഒരു സമയത്ത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാനും ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ
പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുമായും അതിന്റെ മാർക്കറ്റിംഗിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ആളുമായി ഒക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത്തരത്തിൽ റോസ് ബ്രാൻഡ് ബിരിയാണി, ഞങ്ങളുടെ ബിരിയാണി റൈസ് കൊണ്ടാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ഞങ്ങൾ 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ അത് ആ, എറണാകുളം ജില്ലയ്ക്ക് മാത്രം വിൽക്കാൻ വെച്ചിരുന്ന ചാക്കായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പത്തനംതിട്ടയിലെ ഡിസ്ട്രിബ്യൂട്ടറായ മലബാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ അത് എത്തി എന്നുള്ളതിനെ പറ്റി ഉള്ള കാരണം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് 2-3 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ, ഈ ബിരിയാണി കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസം ആ, ഞങ്ങള് ഈ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ ഒരു ഹർജി ഈ ജയകുമാറിന് വേണ്ടി സദ്യ കരാറുകാരന് വേണ്ടി ഫയൽ ചെയ്തു. ആ കരാറിൽ ആ ആ സദ്യ കരാറിന് വേണ്ടി ഫയൽ ചെയ്ത ഹർജിയിൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഈ ഡിസംബർ മാസം 3-ാം തീയതി ഈ ദുൽഖർ സൽമാൻ, ബ്രാൻഡ് അംബാസഡറായ 3-ാം പ്രതിയായ ദുൽഖർ സൽമാനും 1-ാം എതിർകക്ഷിയായ ഇതിന്റെ നിർമ്മാതാവായ ഇതിന്റെ കണ്ണൂരിലെ റോസ് ബ്രാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ MD-യും, രണ്ടാമത് ഇതിന്റെ ഞങ്ങൾ എതിർകക്ഷിയായി കാണിച്ചിരിക്കുന്നത് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ ജില്ലയിലെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വലിയ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലബാർ എന്ന് പറയുന്ന ഒരു ബിരിയാണി റൈസ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഡീലറാണ്. അവരെയും കൂടെ പ്രതിയാക്കി ഹർജി ഫയൽ ചെയ്തു. സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ ഞെട്ടിച്ചത്, ഈ റോസ് ബ്രാൻഡ് ബിരിയാണി കഴിച്ച് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വലിയ താരങ്ങൾ, ബോളിവുഡിലെയും മലയാളത്തിലെയും ഒക്കെ പ്രമുഖ താരങ്ങൾ പരസ്യ മോഡലുകളായി അഭിനയിച്ച നിരവധി പ്രൊഡക്റ്റുകൾ കൊണ്ട് പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പലതരത്തിലുള്ള ചതികളിലും പെട്ടിട്ടുണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഒരു നിരുത്തരവാദപരമായ ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ മേധാവി എന്നോട് സംസാരിച്ചതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു ഇത്രയും കോടിക്കണക്കിന് രൂപ പരസ്യത്തിനും കൂടി മുടക്കി, ഇത്രയും തുക മുടക്കി ഒരു പരസ്യം നൽകി ജനങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിയതിനു ശേഷം ഒരു ഭക്ഷ്യവിഷബാധ പോലുള്ള ഒരു ഗുരുതരമായ, ഈ ഭക്ഷ്യവിഷബാധയിൽ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരെ പ്രോപ്പറായ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ കാരണം റൈസിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ള കാരണം കണ്ടെത്തി ഡോക്ടർമാർ യഥാസമയം മരുന്ന് കൊടുത്ത് ഇവരെ ചികിത്സിച്ചില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കത്തെ തന്നെയാണ് ഇവരുടെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത്, ഞങ്ങൾ 3 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത് അവരെ താൽക്കാലികമായി ഞങ്ങൾ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു നിരുത്തരവാദപരമായ മറുപടി കൊണ്ട് മാത്രം ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. തന്നെയല്ല, നമ്മളൊരു സാധാരണ സിനിമാ നടനല്ല. ദുൽഖർ സൽമാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം മലയാളത്തിലെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാമൂഹ്യ മേഖലകളിൽ ഒക്കെ ഒരു 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 ദൃശ്യമാധ്യമത്തിന്റെ ചെയർമാനായിരിക്കുന്ന മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടന്റെ മകനാണ്. അപ്പൊ അദ്ദേഹം ഇക്കാര്യത്തിൽ യാതൊരു വിധമായ ധാർമ്മികമായ ഉത്തരവാദിത്വവും ഇല്ലേ? ഈ പരസ്യ മോഡലുകളായി അഭിനയിക്കുന്ന നടന്മാരും നടിമാരും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് പരസ്യം കൊടുത്തതിന് ശേഷം ആ പ്രൊഡക്റ്റിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച്, അത് ചിലപ്പം സോപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ് ക്രീം ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ തരത്തിലുള്ള ടെക്സ്റ്റൈൽ ആവാം. പക്ഷെ ചതിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ മാനസിക നിലയോ ആ ചതിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മാനസിക നിലയോ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ വെറും പണം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ വന്ന് ഈ വേഷം കിട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ കോടതികൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ ഇത് ഒരു കൺസ്യൂമർ കോടതിയെ സമീപിച്ച് ഇദ്ദേഹത്തിന് ഒരു പരിധി വരെ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇദ്ദേഹം 50 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ 50 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഇനി ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം വിധിച്ചാലും ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഈ അപമാനം നമുക്കൊക്കെ അറിയാം. ഒരു മകന്റെയോ മകളുടെയോ വിവാഹം നടക്കുമ്പോൾ ചിലപ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ കിടപ്പാടം പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ തരത്തിലുള്ള കല്യാണങ്ങൾക്ക് സദ്യയോ അല്ലെങ്കിൽ
വസ്ത്രങ്ങളോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ മേടിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇനിയിപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പോലും ഈ നമ്മൾ ഏറ്റവും മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ സദ്യക്കാണ്. കാരണം നമ്മൾ ഓരോരുത്തരെയും വീട്ടിൽ പോയി, ഇന്നിപ്പോ വീട്ടിൽ പോയി വിളിക്കുന്നത് കുറവാണെങ്കിൽ പോലും നമ്മൾ പിന്നെ വളരെ ഹൃദയപൂർവ്വം നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മുടെ മകന്റെയോ മകളുടെയോ അല്ലെ സഹോദരന്റെയോ സഹോദരിയുടെയോ വിവാഹത്തിന് ക്ഷണിച്ചതിന് ശേഷം ആ വിവാഹം നമ്മൾ കൊള്ളാവുന്ന ഒരു കരാറുകാരന് അതിന്റെ സദ്യ കൊടുത്തതിന് ശേഷം ആ സദ്യ കഴിച്ച ഒരു സമൂഹം, ഒരു വിഭാഗം ആളുകൾ ആ സദ്യയുടെ ആ, പിന്നെ ഫലമായി, ആ സദ്യ കഴിച്ചു എന്നുള്ളതിന്റെ ഫലമായി ആശുപത്രിയിലാവുകയും അവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്യുമ്പോൾ ഈ കല്യാണം നടത്തിയ ആ മാതാവിന്റെ പിതാവിന്റെ അവസ്ഥ എന്താണ്? ആ ആ വിവാഹം കഴിഞ്ഞ വധൂവരന്മാരുടെ അവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മമ്മൂട്ടിക്കും ഇത്തരത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അഭിനയിച്ച ഒരു സോപ്പിനെ സംബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാവുകയും അത് കേസാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് കണ്ടെങ്കിലും ഈ മകനായ ദുൽഖർ സൽമാൻ ഇതിനകത്ത് നിന്ന് ഇത്തരത്തിൽ പരസ്യത്തിന് അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിൽ ഇതിനെ കാണേണ്ടതായിരുന്നു. നാട്ടിൽ ഒരുപക്ഷെ കൺസ്യൂമർ കോടതികൾ ഇല്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുവാനും ഇത്തരത്തിലുള്ള പിന്നെ ഈ തട്ടിപ്പ് പരസ്യങ്ങളിൽ ആളുകൾ വീണു പോകുവാനും ഒക്കെ തന്നെ കാരണമാകുവാനും. നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട്, മുഖ്യധാര ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ മുന്തിയ നടന്മാർ, കോടികൾ പ്രതിഫലം പറ്റുന്ന നടന്മാർ എന്തെങ്കിലും ദൃശ്യമാധ്യമത്തിൽ വന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന മലയാളിയുടെ ഒരു പ്രത്യേക പരസ്യത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഒരു പരിധി വരെ ഇതിനകത്ത് കാരണമായിട്ടുണ്ട്. പക്ഷെ എന്നെ അതിൽ കൂടുതൽ ഞെട്ടിപ്പിച്ച വേറൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. ഇതിനകത്തിൽ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ABC അല്ലെങ്കിൽ മറുനാടനോ അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളോ പോലെയുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഫോളോ അപ്പ് സ്റ്റോറികൾ കൊടുത്തുവെങ്കിലും ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എന്ന് പറയുന്ന ഇതിന്റെ പരസ്യം മുൻ പേജിൽ കൊടുക്കുന്ന ഒരു മലയാള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ അടക്കമുള്ള ചാനലുകളോ പത്രമാധ്യമങ്ങളോ ഇതിന്റെ വാർത്തകൾ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ എന്നിട്ട് അവര് ചിലരൊക്കെ ഞാനുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുള്ള ചിലരൊക്കെ എന്നോട് പറഞ്ഞു, അതിനകത്ത് ഞങ്ങളുടെ ഒരു മാനേജ്മെന്റിന് ഇതിനോട് ഞങ്ങൾക്ക് വലിയ പരസ്യമൊക്കെ തരുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വിധിയാവുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാപട്യം കാണിക്കുന്ന, ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന, ഇത്തരത്തിൽ സമൂഹത്തിന്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു പരിധിവരെ അവർക്ക് വേണ്ട പ്രോത്സാഹനവും അവർക്ക് വേണ്ട പിന്തുണയും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രമുഖമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.